ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു മരുന്നുമായിട്ടാട്ടോ. ഒരു മരുന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പച്ചക്കറീൻ്റെ വീഡിയോ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ കുറേ കമൻറ്റ് കാണാം. ഞങ്ങൾക്ക് ഒച്ചിൻ്റെ ഒരു ആക്രമണമുണ്ട്, ഒച്ചിൻ്റെ ആക്രമണം നന്നായിട്ടുണ്ട്. കാരണം ഒച്ച് എന്താ ആക്രമിക്കുന്നതെന്ന് വെച്ചാൽ ഇലകൾ തിന്ന് തീർക്കുക. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഈ ഒച്ച് ഇലയൊക്കെ തിന്നുന്നുള്ള പച്ചക്കറിൻ്റെ. ഞാൻ ഇത്രയും വർഷം കൃഷി ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ ഇലയൊന്നും. ഇക്കൊല്ലം ഞാനിപ്പോൾ ഇത് കമൻറ്റ് കണ്ടവാണ് എനിക്കും മനസ്സിലായത്. ഇക്കൊല്ലം ഞാൻ പച്ചക്കറി നട്ടപ്പോൾ കൂടുതൽ ക്യാബേജും കോളിയും നട്ടപ്പോൾ അതിന്മേൽ ഇങ്ങനെ ഹോൾസ് നിറഞ്ഞിട്ട് കാണുക. അപ്പോൾ ഹോൾസ് നിറഞ്ഞ് കാണുമ്പോൾ ഞാൻ നോക്കും ഉറുമ്പൊന്നുമില്ല, അതെന്ത് പറ്റിയതിന് എന്നുള്ളത്. അവസാനം എനിക്ക് പഠിച്ചോ തന്നെ അങ്ങോട്ട് കാണിച്ചു തന്നു. അതിൻ്റെ അടിയിൽ ഇങ്ങനെ പറ്റി പിടിച്ചിട്ട് 4-5 വലിയ ഒച്ചുകൾ. ഇപ്പം എനിക്ക് ഉറപ്പായി, ഞാൻ അനുഭവത്തിലൂടെ ഞാൻ പഠിച്ചു അത് ഒച്ചി തിന്നുന്നതാണ്. അപ്പോൾ ഈ ഒച്ചി തിന്നാൽ ഇല അങ്ങ് തിന്നു പോയാൽ ആ ചെടിക്ക് ക്ഷീണം പിടിച്ചില്ല, പിന്നെ ആ ചെടി ഉണ്ടാവുമോ, ഉഷാറായി മുന്നോട്ട് പോകില്ലല്ലോ. പിന്നെ ക്യാബേജ് എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ അതിൻ്റെ ഇല തന്നെയാണ്. ആ ഇല തിന്ന് തീർത്ത അതിൻ്റെ കഥ എന്താ? അപ്പോൾ ഇതിനെന്താ ഇപ്പോൾ ഒരു പരിഹാരം എന്നുള്ളത് ഞാൻ ആലോചിച്ച് അതിന് മരുന്ന് കണ്ടുപിടിച്ചു. ഇപ്പം എനിക്ക് എൻ്റെ ക്യാബേജിൽ ഒരു ഹോൾസും ഇല്ല, തീറ്റല്ല, ഒന്നുമില്ല. നല്ല ഉഷാറിൽ ക്യാബേജ് റോക്കറ്റ് സ്പീഡിൽ വളരുന്നുണ്ട് എൻ്റെ വളം കൊടുത്ത് നോക്കുമ്പോൾ. ഇപ്പം ഞാൻ ചെയ്ത മാർഗ്ഗം എന്താണെന്നുള്ളത്, എന്ത് ലായനിയാണ് ഞാൻ അതിൽ ചേർത്ത് കൊടുത്തതെന്നുള്ളത് അറിയണമെങ്കിൽ ഞാൻ അതൊക്കെ കാണിച്ചു തരാം. അതിൻ്റെ മുമ്പേ കുറച്ച് പൊടിക്കൈകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുമ്പേ ഞാൻ കുറച്ചൊക്കെ പറഞ്ഞു തരാം, കുറേ ഒച്ചിനെ അകറ്റി നിർത്താൻ. നമുക്ക് ഈ നനക്കൽ രാവിലെ വൈകുന്നേരം നനക്കുന്നവരുണ്ടല്ലോ, ഈ വൈകുന്നേരത്തെ നന നിർത്തിയാൽ തന്നെ കുറേയൊക്കെ ഒച്ചിന് തണുപ്പും ചീച്ചിലും ഒക്കെയാണല്ലോ വേണ്ടത്. അപ്പോൾ ഒച്ചിൻ്റെ വരവ് കുറച്ച് നിൽക്കും ആ വൈകുന്നേരത്തെ നന ഒന്ന് നിർത്തി കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് രാവിലെ എഴുന്നേറ്റിട്ട് പിന്നെ പ്രധാനമായിട്ട് ചെയ്യണം, കൃഷിക്കാരാണെങ്കിൽ ചെടി ഭ്രാന്തന്മാരാണെങ്കിൽ ചെയ്തിരിക്കും, രാവിലെ വന്ന് ചെടിയൊക്കെ ഒന്ന് പരിശോധിക്കുക, ഒച്ചുണ്ടോ ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ എടുത്ത് കളയുക, കൊല്ലുക. അത് ഒരു മാർഗ്ഗമാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ ചാക്ക് നനച്ചിടുക, ചെടീൻ്റെ അടുത്ത് എവിടെയെങ്കിലും ചാക്ക് നനച്ചിടുക. പിന്നെ ഒച്ചുകൾ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ക്യാബേജിൻ്റെ ഒരു ഇല അതിൻ്റെ അടിയിൽ വെച്ചാൽ മതി. ക്യാബേജിൻ്റെ ഇല അത്രക്കും പ്രിയ ഒച്ചിന്. അപ്പോൾ രാത്രി എല്ലാം കൂടെ ഒത്തുകൂടി അതിൻ്റെ ഉള്ളിലുണ്ടാവും. ഇപ്പോൾ രാവിലെ നമുക്ക് ചാക്ക് പൊന്തിച്ചാൽ അവിടെയൊക്കെ ആ പരിസരത്തുള്ള ഒച്ചൊക്കെ അതിൻ്റെ അടിയിൽ കൂടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് എടുത്തിട്ട് ഉപ്പ് വെള്ളത്തിലിട്ടാൽ അങ്ങനെ കൊന്ന് നശിപ്പിച്ച് കളയുക. അങ്ങനെയൊരു മാർഗ്ഗമുണ്ട് കേട്ടോ. പിന്നെ മുട്ടത്തോട് പൊടിച്ച് നമ്മൾ ചെടീൻ്റെ ചുറ്റുമിട്ടാൽ ഒച്ചി വരുന്ന കുറയും. ഒച്ചിന് അതിൻ്റെ ആ മുട്ടത്തോടിൻ്റെ ഇതതിൻ്റെ മേലെയൊക്കെ ആയാലും അതിന് വ്രണങ്ങളുണ്ടാവും പോലും, അങ്ങനെയാണെന്ന് പറയുന്നത്. ഇപ്പോൾ മുട്ടത്തോട് പൊടിച്ചിട്ടാലും കുറയും. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ വരുന്നത് ക്യാബേജിനാണ് എന്നുള്ളത്. പിന്നെ നമ്മൾ ഇതില്ലേ ഇത് ചില പച്ചക്കറി വേസ്റ്റ് ഇതുമൊക്കെ അതേപോലെ അങ്ങോട്ടേക്ക് ചെടീൻ്റെ മരിട്ടാലും ഒച്ചി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കമ്പോസ്റ്റാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരില്ല. പിന്നെയുണ്ട് മാർഗ്ഗങ്ങൾ. നമ്മൾ ചാരം ഇങ്ങനെ വെതറിക്കഴിഞ്ഞാൽ നനയാൻ പാടില്ല. ചാരം തെറ്റിപ്പോന്ന് അതിങ്ങനെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാലും ഒച്ചി വരുന്നതിന് കുറേയൊക്കെ ശമനം കിട്ടും. പിന്നെയെന്ന് പറഞ്ഞാൽ വേറൊരു ലായനി ഉണ്ടാക്കുന്നുണ്ട്, ചാരവും തുരിശും ചേർത്ത് ലൂസാക്കിയിട്ട് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാലും ഒച്ചി കുറയും. ഇപ്പോൾ എന്നോട് ഇങ്ങനെ കുറേ ആൾക്കാർ പരാതി പറയുന്നത് കൊണ്ട് ഞാൻ ഓരോന്ന് നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഒച്ചി വരാതിരിക്കാനുള്ള മാർഗ്ഗങ്ങളാട്ടോ. ചാക്ക് നനച്ചിടുന്നാൽ ഏറ്റവും വലിയ നല്ലൊരു മാർഗ്ഗം തന്നെയാണിത്. പിന്നെ ക്യാബേജുകാർക്കാണ് ഇത് കൂടുതൽ ബാധിക്കുക. ഞാനിനി എന്താണ് എൻ്റെ ക്യാബേജിൽ ഞാനിതൊന്നുമല്ല ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഇപ്പം അടുത്ത കാലത്തായിട്ട് സ്ഥിരമായിട്ട് ചെയ്യുന്നത് ആ ലായനി ഞാൻ ഉണ്ടാക്കാൻ പോകുക കേട്ടോ. ഞാൻ ചെയ്യുന്ന ലായനി എന്താണെന്ന് വെച്ചാൽ വെളുത്തുള്ളി കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ട് നന്നായിട്ട് അരച്ച് പുളിപ്പിച്ച കഞ്ഞിവെള്ളമൊക്കെ ചേർത്തിട്ട് പിന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ അരക്കാൻ പോകട്ടെ വെളുത്തുള്ളി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ
ഒച്ചി വരാതിരിക്കാനുള്ള മാർഗം ഞാനെന്താ ചെയ്തെന്നുള്ളതാ. വെളുത്തുള്ളി കുറച്ച് വെളുത്തുള്ളി ഇങ്ങനെ എടുത്തതാ, അല്ലിയായിട്ട് എടുക്കുക. അപ്പോൾ അതിങ്ങനെ കല്ലിലിട്ട് കുത്തിയാലും മതി. ഒന്നും കൂടി ഫലപ്രദം നമ്മൾ മിക്സിയിലിടുന്നതാണ്. മിക്സിയിലിട്ടാൽ നല്ലോണം അരിഞ്ഞ് കിട്ടും, അതിൻ്റെ തൊലിയും എല്ലാം. അപ്പോൾ ഞാൻ മിക്സിയിൽ ജാറിലിട്ട് നല്ലോണം ഒന്ന് കറക്കിയെടുത്താൽ തോലൊക്കെ പെട്ടോട്ടെ കേട്ടോ, ഒന്നും വേണ്ട, ഒക്കെ നല്ലതാണ്. എല്ലാവരും ഞാൻ വേറിച്ചിന്നേ ഉള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടത് പുളിപ്പിച്ച കഞ്ഞിവെള്ളം. അപ്പം പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഇട്ടിട്ടല്ല കേട്ടോ ഞാൻ അരക്കുന്നത്. നല്ല മിക്സിയല്ലേ, അതിൽ നല്ല വെള്ളം ഉപയോഗിച്ച് തന്നെ അരക്കുന്നത്. എന്നിട്ട് നമുക്ക് ചേർത്താൽ എന്തായാലും ഇത് ഡൈലൂട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ കുറച്ച് നല്ല വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കട്ടെ. അപ്പോൾ ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നത് എല്ലാവർക്കും പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനെ ഞാൻ വെളുത്തുള്ളി നന്നായിട്ട് അരച്ച് നിങ്ങളെ കാണിച്ചില്ലേ. എന്താ വെള്ളത്തിലാണ് അരച്ച് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാനത് സ്ഥിരം ഉപയോഗിക്കുന്ന മിക്സി ആയതുകൊണ്ട്, ജാറായതുകൊണ്ട് ഞാൻ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചില്ല, നല്ല ഇതിലാണ് ഒഴിച്ചത്. ഇനി പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഒരു പാട്ട് എടുത്തിന്. കഞ്ഞിവെള്ളം എങ്ങനെ പുളിപ്പിക്കുക എന്നുള്ളത് എന്നോട് ഒരു സംശയം ചോദിച്ചിരുന്നു. അപ്പോൾ കഞ്ഞിവെള്ളം വെറുതെ അങ്ങ് വെച്ചാൽ മതി. എന്നാൽ 2, 3, 4 ദിവസം പുളിപ്പിച്ച് നല്ല പുളിച്ച കഞ്ഞിവെള്ളമായിരിക്കും. അതിനൊരു സ്മെല്ലും കേട്ടോ, മേലാകുന്നത് ശ്രദ്ധിക്കണം. കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് ഒരു പാട്ട് എടുത്തു, ഇതിലേക്ക് ഇടുന്നു. ഇനി ഇതൊന്ന് ഡയലൂട്ടാക്കുക കേട്ടോ. ഞാൻ 5 പാട്ട് എടുക്കും. എനിക്കിത് വിജയിച്ചിട്ടുണ്ട്, അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത്രയും അധികം കമൻറ്റ് വന്നപ്പോൾ ഇന്നത്തെ വീഡിയോ അതായിക്കോട്ടെ എന്ന് വിചാരിച്ചത്. എൻ്റെ ചെടികൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം. പഴയത് ആ ഹോൾസ് ഉണ്ടായ ചെടി ഇപ്പം എൻ്റെ അടുത്തില്ല, പക്ഷേ അതിൻ്റെ വിളവ് കുറച്ച്, എൻ്റെ കാബേജ് കുറച്ചൊരു വണ്ണം കുറവ് കാണുന്നത്, അതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. 2 വെള്ളം ഡയലൂട്ട് ചെയ്യുന്നത് എത്രയാണെന്ന് എന്താ പറയാത്തതെന്നൊക്കെ ചോദിക്കലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ട് ഡയലൂട്ട് ചെയ്യുന്നത്, എത്ര അളവ് എന്നൊക്കെ ചോദിക്കലുണ്ട്. ഞാനിത് എൻ്റെ സ്ഥിരമായിട്ട് ഇതിലുള്ള ഇതൊക്കെ പോന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. എന്താ ഡയലൂട്ട് ചെയ്ത് ഞാൻ ഇതെടുത്ത് ഇനി ജാറൊക്കെ എടുത്ത് മാറ്റി വെക്കട്ടെ, ഒരു സൗകര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ പാല് പോലെ ഇത് വെളുത്തുള്ളിൻ്റെ മണം ഭയങ്കര. ഇത് ഒരു ദിവസം കഴിഞ്ഞിട്ട് അടിക്കുന്നതാണ് ഒന്നും കൂടി ബെറ്റർ എന്നാണ് പറഞ്ഞത്, ഒരു ദിവസം. പക്ഷേ ഞാൻ എപ്പോഴാണോ ഇതൊക്കെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ചടപടാന്ന് തന്നെ ഒക്കെ അരക്കലും ഒഴിക്കലും ഒക്കെ കേട്ടോ. എനിക്കിതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതാ കണ്ടോ, പുളിപ്പിച്ച കഞ്ഞികൾ. ഇതൊരു കീടനാശിനിയാണ്, മറ്റുള്ള ജീവികൾ വരുന്നതിനൊക്കെ ഇത് തടയും. പിന്നെ പച്ചമുളകിലൊന്നും ഒച്ചിൻ്റെ ആക്രമണം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇതിൽ കണ്ടിട്ട് തക്കാളിയിലൊക്കെ കണ്ടിട്ടുണ്ട്. കൂടുതലും കണ്ട് കാബേജും കോളിഫ്ലവറും തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കാബേജിലാണ് ഇത് ഒഴിക്കുന്നത്. കണ്ടോ ലൂസാക്കി. നമുക്കിത് പിന്നെ കുപ്പിയിലാക്കിയിട്ട് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഇതൊന്ന് അരിക്കണം. കാരണം അതിൻ്റെ ഹോൾസിൽ ഇത് വന്നാൽ സ്പ്രേ ചെയ്യാൻ പറ്റില്ല, തടസ്സമാണല്ലോ. അല്ലാതെ അങ്ങനെ തളിക്കുകയാണെങ്കിൽ ഇത് കൊണ്ടുപോയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ അതെല്ലായിടത്തും എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് സ്പ്രേ ചെയ്യലുണ്ട്. ഞാൻ ഇന്ന് തളിക്കുന്നത് കാണിച്ചു തരാം. മേലാകുന്നത് നല്ലോണം ശ്രദ്ധിക്കണം. ഇതെടുത്തിട്ട് ഇതൊക്കെ കുറേ ചെടികൾക്കുണ്ട്. ഇത് കണ്ടാന്ന് കണ്ടോ, ഞാൻ എൻ്റെ കാബേജ് ഇങ്ങോട്ട് മേശപ്പുറത്തേക്ക് കൊണ്ടുവന്ന് ഞങ്ങളെ കാണിക്കാൻ. കാരണം എവിടെയും കൊണ്ടു കിടക്കുക, കാരണം സിമൻറ്റ് ചാക്കിൽ നട്ടതാണ്. ഇത് അടുത്ത കാലത്ത് നട്ടതാണ്, ഇതിന് പ്രായം കുറവാണ്. ഇതെൻ്റെ കരിയില കമ്പോസ്റ്റിൻ്റെ പവർ അത് ഇത്രയും നല്ല ഉഷാറിൽ വളരാൻ കാരണം. ഞാൻ 2 എണ്ണം അങ്ങോട്ട് എടുത്തതാണ്. ഞാൻ മൊത്തത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ നിങ്ങൾക്ക് എവിടെ പരിശോധിച്ചാലും ഒരു ഹോൾസ് കാണാൻ കഴിയില്ല.
അത് ഇതിൻ്റെ വിജയം തന്നെയാട്ടോ. ഹോൾസിൽ ഒന്നും എവിടെയുമില്ല. ഇതിന് അളവാനുണ്ട്. ഇത് ഭയങ്കര ഇതിപ്പോൾ ഇനി 10 കിലോ ഒക്കെ ആയി വരുന്ന സൈസ് തുടക്കം തന്നെ കണ്ടാലറിയാം. കണ്ടോ, ഞാനെപ്പോൾ ഹോൾസ് ഉണ്ടോയെന്നാണ് നോക്കൽ. ഇതിന് വരുന്ന ഒരു പ്രശ്നം തന്നെ നമ്മളെ ഭീഷണി തന്നെ ഇതിന് ഒച്ചിൻ്റെ ആക്രമണം. വേറൊന്നും ഇതിനങ്ങനെ ഒന്നും വരില്ല. പിന്നെ ഞാൻ നന്നായിട്ട് നല്ല ഇളക്കം കൂടി ഉണ്ടെങ്കിൽ ഇളക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും നടുമ്പോൾ ഞാൻ പറയാറുണ്ട്, കണ്ടമാനം കരിയില കുത്തി നിറച്ചിട്ടാണ് കുറച്ച് മണ്ണും അതിനുള്ളത്. അപ്പോൾ ഇളക്കവും കിട്ടും. പിന്നെയെന്ന് പറഞ്ഞാൽ കരിയില കമ്പോസ്റ്റുമാണ്. നല്ല സൂര്യപ്രകാശം വേണം. ഇതിൻ്റെ വേരുകൾക്ക് വിസ്താരത്തിനുള്ള നല്ല, അപ്പോൾ ഇതിൻ്റെ വേരിന് നല്ല വിസ്താരത്തിൽ പോകാൻ വേണ്ടിയിട്ട് നല്ലതാണ്. സിമൻറ്റ് ചാക്ക് കട്ട് ചെയ്ത ഇത്രേ വേണ്ടൂ. ഇത്രേ കണ്ടോ, ഒരു ഹോൾസും ഇല്ലല്ലോ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആ മരുന്ന് എനിക്ക് ഫലിച്ചു എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ കമൻറ്റിൽ ഇങ്ങനെ വരൂ, ഒച്ചിൻ്റെ ആക്രമണം ഭയങ്കരമായിട്ടുണ്ട്, എന്തായാലും മരുന്ന് പറഞ്ഞു തരാമോ? കാരണം ഞാനിങ്ങനെ കൃഷിയാണല്ലോ കാണിക്കുന്നത്. അപ്പോൾ അതാ ഇതിൽ എവിടെയും നിങ്ങൾക്ക് എവിടെ മുങ്ങി തപ്പിയാലും ഒരു ഹോൾസും കാണൂല. ഇനി ഞാൻ എൻ്റെ ഒച്ചി തിന്ന് ഈ ചുറ്റും ഇങ്ങനെ ഹോൾസിൻ്റെ തിന്ന് പോയാൽ ഈ കാബേജ് വണ്ണത്തിൽ വരില്ല. അതും ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ പഴയത് കേട്ടോ, പുതിയതല്ല. ഇതൊക്കെ പടുത്തുള്ളതാണ്, കുഞ്ഞു മക്കളത്. ഇത് ഞാൻ നമ്മളെ സ്വന്തം മക്കളെ പോറ്റും പോലെ പോറ്റുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലേ രാവിലെ എന്നും പരിശോധിക്കുന്നുള്ളത്. ചെടികളിലും ഇത് വരും, പൂച്ചെടികളിൽ അതും ഇതും വരും. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി, ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം എനിക്കറിയാം ഒരു ജീവിൻ്റെ ആക്രമണം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. രാവിലെ അങ്ങ് പോയി നമ്മൾ ചെടികളിൽ ഇങ്ങനെ നോക്കുമ്പോൾ തിന്നുന്നത് കണ്ടാൽ നമുക്ക് അത് ദിവസം തന്നെ മൂഡ് ഓഫ് ആയിരിക്കും. ഭയങ്കര സങ്കടമാണല്ലോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ക്ലിയർ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തീർന്നത്. എനിക്കുണ്ടായ വിഷമങ്ങളും എനിക്കുണ്ടായ സന്തോഷങ്ങളും ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വൈകുന്നേരത്തെ നന കുറച്ച് നിർത്തിയാൽ കുറേ ഇതിൽ പിന്നെയെന്ന് പറഞ്ഞാൽ ചിരട്ടയിൽ കുറച്ച് വെള്ളം ഉരുക്കി എവിടെയെങ്കിലും ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒച്ച് അതിൻ്റെ അടുത്തേക്ക് വന്ന് എല്ലാം കൂടെ കൂടിയിട്ട് ആ വെള്ളത്തിൽ വീഴുന്ന പറയുന്നത്. അത് ഞാൻ ചെയ്തില്ല, ഞാൻ കേട്ടതാട്ടോ. കേട്ടതും കൂടി നിങ്ങളോട് പറഞ്ഞു തന്നതാണ്. അപ്പോൾ നമുക്കിതിന് വലിയ ചിലവൊന്നുമില്ല. വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ആ വെളുത്തുള്ളി കുറച്ചിങ്ങോട്ട് എടുക്കുക, അരച്ച് മിക്സാക്കി ഇതിലേക്ക് ഇങ്ങനെ തളിച്ച് കൊടുക്കുക. ഇനി തളിച്ച് കൊടുക്കുന്നത് കാണിച്ചു തരാം. സ്പ്രേ ആണ് ഞാൻ ഇതുവരെ ചെയ്തത്. എന്താ ഇങ്ങനെ ചോട്ടിലൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിൻ്റെ സ്മെല്ലുകൊണ്ട് ഇത് അകന്ന് നിൽക്കും. ഇതിൻ്റെ സ്മെല്ലുകൊണ്ട് എന്താ ഇങ്ങനെ അങ്ങ് അടിച്ചു കൊടുക്കുക. ഇതിങ്ങനെ സ്പ്രേ ഏറ്റവും ബെറ്റർ. ഇത് രണ്ടിലും താഴെ നിലത്തേക്ക് ഒഴിച്ചു കൊടുത്താൽ പിന്നെ കയറി വരില്ലല്ലോ. നിലത്തേക്ക് തന്നെ ഒഴിച്ചു കൊടുത്താൽ തന്നെ ധാരാളം. കയറി വരികയാണല്ലോ ചെയ്യുക. ഇത് ഭയങ്കര സ്മെല്ലാട്ടോ. രണ്ടും കൂടെ ചേർന്നിട്ട് പൊളിപ്പിച്ച കഞ്ഞിവെള്ളവും ഇതും ചേർന്നിട്ട്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തളിച്ചതും കാണിച്ചു തന്നു. സ്പ്രേ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തന്നെങ്കിൽ വേറൊരു ദിവസം സ്പ്രേയിലൊക്കെ ആക്കി അരിച്ച് റെഡിയാക്കി എടുക്കണം. അപ്പോൾ എല്ലാ പൊടിക്കൈകളും ഞാൻ പറഞ്ഞു തന്നു, ഞാൻ ഉണ്ടാക്കുന്നു ഞാൻ പറഞ്ഞു തന്നു. ഇനി എൻ്റെ കാബേജ് ഇങ്ങനെ വരിയായിട്ട് ഞാൻ നട്ടത് കാണിച്ചു തരാം കേട്ടോ. കാബേജിനെ കാണിക്കാൻ കാരണം ഏറ്റവും അധികം ആക്രമണം സംഭവിക്കുന്ന ചെടിയാണ് കാബേജ്. ഒച്ചിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ബാക്കിയുള്ളവരൊന്നും നിങ്ങൾ അങ്ങനെയൊന്നും പോയാൽ കാണൂല. ഇത് തന്നെയാണ് കൂടുതലും കാണുന്നത്. പിന്നെ തക്കാളിയിലൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. എനിക്ക് തക്കാളിയിലൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ ഇതാ എൻ്റെ കാബേജ് കണ്ടില്ലേ, ഒക്കെ കുഞ്ഞി തൈകളായിട്ടൊന്നുമില്ല. പക്ഷെ ഇതുവരെ ആക്രമണം ഉണ്ടായിട്ടില്ല. അതാണ് ഞങ്ങളെ കാണിക്കുന്നത്. ഇഷ്ടം പോലെ കാബേജാ. ഇടയ്ക്ക് ചെറുത് കാണുന്നതിന് അതിൻ്റെ കുറച്ച് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് വെക്കുന്നതാട്ടോ. ഇതെല്ലാം ഒരേ പ്രായക്കാരല്ല. എവിടെയും ഒരു ഹോൾസ് പോലും ഇല്ല. ഇത് എൻ്റെ പഴയതാണ്. കണ്ടോ ഹോൾസ് ഉണ്ടായത് കണ്ടോ? ഇതൊക്കെ ഹോൾസ് ഉണ്ടാക്കി തിന്നതാ. കണ്ടില്ലേ, ഇതവിടെ ഒക്കെ അതാ. അതുകൊണ്ട് ഇത് കുറച്ച് ചെറുതായിട്ടുണ്ട് കാബേജ്. ഇപ്പം അല്ല, അത് കുറച്ച് പഴയതാണ്.
ഇത് വിളവെടുക്കാൻ സമയം കഴിഞ്ഞു. എന്നാൽ ഇത്രേ വലിപ്പമുള്ളൂ. ഒച്ചി തിന്നത് കൊണ്ടാണ് ഇതിങ്ങനെ ചെറുതായത്. ഇതാ വേറൊരു കാബേജ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.